അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് വാൽപ്പാറ ഡേ 5 ആണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഡേ 5 തന്നെ. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് പറഞ്ഞത് ലാസ്റ്റ് ഡേ എന്നുള്ളത്. ഇന്നലെ പ്ലാൻ മാറി, ഇന്നാണ് ലാസ്റ്റ് ഡേ ആവുന്നത്. കാരണം നമ്മൾ വിഷ്ണു ബ്രോയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്തായിരുന്നു വീട്ടിലോട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഇന്നലെ രാത്രി ഫുൾ ഇവിടെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്ര മണി ഉറങ്ങിയ എത്ര മണിയായി? ഉറക്കമൊന്നും ഇല്ല കേട്ടോ അവിടെ ആർക്കും. വെളുക്ക കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് നല്ല ഉഗ്രം ചായ കുടിച്ച്. ചായ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കള്ളമല്ലോ കൊള്ളാം. അപ്പോൾ ചായ കുടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ടാണ്. ഇവിടുത്തെ ഏരിയ സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതുമായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ എൻ്റെ വീട് പോലെയാണ്, എൻ്റെ വീട് എൻ്റെ ഏരിയ പോലെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് എനിക്ക് പേടി ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന ഏരിയയിലെ പുതിയ ഏരിയയാണ്, പുതിയ ആൾക്കാരാണ്, എങ്ങനെ സെറ്റ് ആവുന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതല്ലേ, എല്ലാം നമ്മളെ വീട് തന്നെ, എല്ലാം നമ്മളെ നാട് തന്നെ. ആൾക്കാർ സ്ലാങ് മാത്രം മാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ഇപ്പം തന്നെ പോകുക, ഈ ഒരു യങ് ഏജിൽ. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എന്തെങ്കിലും ആയപ്പോലും റിക്കവർ ആവും പെട്ടെന്ന്. വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയല്ല. മാക്സിമം ബൈക്ക് ട്രിപ്പൊക്കെ പോകാൻ നോക്കുക അല്ലേ. ബൈക്ക് ട്രിപ്പ് പോകണം, കാറിലൊന്നും പോകല്ലോ. ബൈക്കിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ. പിന്നെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയണമെങ്കിൽ ബൈക്കിൽ തന്നെ പോകണം. കഷ്ടപ്പാടുണ്ടില്ലെന്ന് പറയണില്ല, നല്ല കഴുത്ത് വേനയും കൈ വേനയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല. ഇവരൊക്കെ വ്ളോഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണം കേട്ടല്ലോ. പിന്നെ അതുപോലെ ഇവിടെ സ്റ്റാർട്ടപ്പ് ഒക്കെ നല്ലപോലെ പ്രോഫിറ്റ് ആയിട്ട് വരട്ടെ, നല്ല ഗ്രോത്ത് ആവട്ടെ. എന്താണ് അതിന്റെ പേര്? ഭദ്രിക ക്ലോത്തിങ് സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴത്ത് കാണുന്ന ലിങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്തൊക്കെ സാധനമുണ്ട്? സാരീസാണ് മെയിൻ. നേരിട്ട് നെയ്ത്ത് ഗ്രാമത്തിൽ പോയി ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ക്വാളിറ്റി ലോസ് വരാത്ത പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. നമുക്ക് ഡെമോ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അത് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റിയാണ്, നല്ല അഫോർഡബിൾ റേറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവരെ വർക്കാണ്. അപ്പോൾ എൻ്റെ വർക്ക് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ, വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് തരും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചാൽ മതി. ഉടനെ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാമല്ലോ, ഇനിയുണ്ട് കുറേ പറയാം, പോകുമ്പോൾ പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പോകണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഇത് ബ്രോയുടെ ബൈക്കാണ്, നമ്മളെ TVS റോണിൻ. അപ്പോൾ ഇത് ഓടിച്ച് നോക്കാവുന്ന പ്ലാൻ ഉണ്ട്. എത്ര സി ബ്രോ? അത് 225. ഓക്കെ ഓക്കെ. TVS സാധാരണ അടുക്കൂലായിരുന്നു അല്ലേ? അതെ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ നോക്കിയാലും ആ ഒരു സെഗ്മെന്റിൽ വരുമ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്കാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ലോങ് ഓടിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല, നല്ല രീതിക്ക് തന്നെ ലോങ് ഓടിക്കുന്നുണ്ട്. ഞാനിവിടെ സർവീസ് ചെയ്യുന്ന ഇവിടെ എറണാകുളം, കോട്ടയം ഏരിയയിലൊക്കെ സർവീസ് സെന്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ എറണാകുളമൊക്കെ അടുത്താണ്. സോ നമ്മൾ അവിടെ സർവീസ് ചെയ്യും. നല്ല സർവീസാണ്. ഇതുവരെ കിട്ടുള്ള ഫീഡ്ബാക്ക് നല്ലതാണ്, മോശമായിട്ടൊന്നും ഇല്ല. റിവ്യൂ എന്താണ് വണ്ടിയെ പറ്റി? കുഴപ്പമില്ലല്ലോ, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബാക്കിൽ നമ്മൾ ലോങ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ കണ്ണൂരൊക്കെ പോകുന്ന വായിക്കുന്നു. ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര നാണമുണ്ടോ വ്ളോഗ് ചെയ്യാൻ, വാക്കുകളൊന്നും വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഓരോന്നും വന്നോണ്ടിരിക്കല്ലേ. ഇത്ര തന്നെ ഇതിനെ വ്ളോഗ് കീർത്തന ബൈക്ക് ഓടിക്കോ? ഓടിക്കാല്ലേ, ഹൈറ്റ് ഉണ്ടല്ലോ. ശരി, ഓടിച്ചു നോക്കാം നമുക്കൊന്ന്. ഓക്കെ, ഇതാണ് TVS റോണിൻ 225cc ബൈക്കാണ്. നല്ല ആവശ്യത്തിന് പവറുണ്ട്. മെയിനായിട്ട് മൈലേജ് സൂപ്പർ കേട്ടോ. 52 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു വണ്ടിക്ക്. എൻ്റെ വണ്ടിയുടെ മൈലേജ് ഉണ്ട്. ഇപ്പോൾ ഈ ബൈക്ക് എടുത്താൽ മതിയായിരുന്നല്ലേ. പക്ഷേ ഈ വണ്ടി വില കൂടുതലല്ലേ? എത്ര ബ്രോ വില? 215. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നാ. ഈ വണ്ടിക്ക് സ്റ്റാർട്ടർ മെഷീൻ ഇല്ല അല്ലേ, സ്റ്റാർട്ടർ മോട്ടർ ഇല്ല. ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ടാവും. അതായത് ഇങ്ങനെ പറയാം, ഞാൻ സ്റ്റാർട്ട് കാണിച്ചു തരാം. ഉണ്ടാ, അതായത് സ്റ്റാർട്ടിങ് സൗണ്ട് തന്നെ ഫെയ്ഡ് ഇന്നായിട്ട് വരും. സ്റ്റാർട്ടർ ഇല്ലാതെ എങ്ങനെ വണ്ടി സ്റ്റാർട്ടാവും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് ടെക്നിക്കാണെന്ന് അറിഞ്ഞൂടാ. അത് ആർക്കും അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണം ഒന്ന്. വണ്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ചരിക്കും പറയാം വെയിറ്റ് ഉണ്ടെന്നുള്ളത്. ഉണ്ടാ, നമ്മളെ വണ്ടി നല്ല പേപ്പർ പോലെ. ക്ലച്ച് വിട്ടാൽ മാത്രം മതി, വണ്ടി പോയിക്കോളൂ അല്ലേ. അത് കൊള്ളാം. എൻ്റെ വണ്ടിക്ക് ആക്സിഡൻറ്റ് കൊടുത്താലേ മൂവ് ആവുള്ളൂ. റൈഡിങ് പൊസിഷൻ സൂപ്പർ കേട്ടോ, നല്ല കംഫർട്ടാക്കിണ്. സൂപ്പർ വണ്ടി, നല്ല പവർ. ആദ്യം ഒന്ന് പയ്യെ ഓടിക്കാം, കാരണം വണ്ടിയായിട്ട് സെറ്റ് ആവണ്ടേ. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് TVS റോയൻ വണ്ടി ഓടിക്കുന്നത്. ഈ റോഡ് നമുക്ക് പറത്താൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പറത്തി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ പോകണം 5ാമത്തെ ഗിയർ. മൊത്തം എത്ര ഗിയർ ബ്രോ? 6 ഗിയറാണോ? 5 തന്നെ. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ. നമ്മളൊരു പുതിയ ബൈക്ക് ഓടിക്കാൻ നേരത്ത് നമുക്ക് ആദ്യം പഴകേണ്ടത് ബ്രേക്കിംഗ് ആണ്. ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി പോകും, അത് വണ്ടിയായാലും. പക്ഷേ ബ്രേക്ക് എങ്ങനെ പിടിച്ചാൽ എവിടെ നിൽക്കുന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബൈക്കുമായിട്ട് സൂപ്പർ സെറ്റ് ആവും. അപ്പോൾ അവിടെ എനിക്ക് ബ്രേക്കിംഗ് ആയിട്ട് സെറ്റ് ആകും വരെ ഞാൻ സ്പീഡ് കൊടുക്കില്ല. ഒരുമാതിരി 50 പോകണുള്ളൂ. ഓക്കെ, ഒന്ന് ബ്രേക്ക് പിടിച്ചോട്ട്. സംഭവം ഡ്യുവൽ ചാനൽ ABS ആണ്, അതുകൊണ്ട് പെട്ടെന്ന് നിൽക്കണം കേട്ടോ വണ്ടി. നമ്മളെ വണ്ടിയിൽ ഫ്രണ്ട് ABS മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിടിക്കണം ആ ലെവൽ നോക്കണം എങ്ങനെയാണെന്നുള്ളത് കേട്ടല്ലോ. നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. 60 ചുമ്മാ പോണ്. അപ്പോൾ ഇതാണ് ചാലക്കുടി പുഴ. ചാലക്കുടി ആറെന്ന് നമ്മൾ പറയും, ഇവിടെ പുഴയെന്ന് പറയും, നദിയെന്നും പറയാം. കൊടുത്തടാ. വാ വണ്ടി
ചാലക്കുടി ഹൈവേയിൽ പോകുമ്പോൾ TVS റണ്ണിൻ. ഇത് ബുള്ളറ്റിൻ്റെ മോഡൽ ബൈക്കാണ് കേട്ടോ ആകാശം. പക്ഷെ ആ സൗണ്ടൊന്നും ഇല്ല ഇതിനകത്ത്. ബുള്ളറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കാം സുഖമായിട്ട്. ഈ നല്ല പറത്താൻ പറ്റിയില്ല, കാരണം കുറേ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കണുണ്ടേ. നമുക്ക് പിന്നെ വെട്ടിച്ച് പോകാനുള്ള സെറ്റപ്പ് ഒന്നും അറിഞ്ഞൂടാ. തന്നെ ട്രൈ ചെയ്യില്ല, കാരണം നമ്മളെ വണ്ടിയല്ലേ മെയിനായിട്ട്, മനസ്സിലായത്. അപ്പോൾ ഇതാണ് ചാലക്കുടി ടൗണ്. മണി ഇപ്പോൾ 9:45. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടകൾ കുറവാണ്. ചാലക്കുടി ചന്ത എവിടെയാണ് ബ്രോ? നേരെയാ? ഓ, ഇതൊക്കെ ഇന്നലെ വന്ന വഴികളാണല്ലേ, അത് അതിരപ്പള്ളി ഫാൾസിൽ നിന്ന് വരുമ്പോൾ. ഇതാണ് ചാലക്കുടി ചന്ത. നമ്മളെ കലാഭവനെയാണ് പാടിയ പാട്ടുണ്ടല്ലോ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ. എന്തായാലും കൊള്ളാം. രാവിലെ തന്നെ ഒരു മോർണിംഗ് റൈഡ് കിട്ടിയല്ലോ, അതും പുതിയ ബൈക്കിൽ TVS റോണിൻ. മൊത്തം 36 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് വണ്ടി. ഇപ്പോഴും വണ്ടിയുടെ പെർഫോമൻസ് കുറവൊന്നുമില്ല അല്ലേ? സൂപ്പറാണല്ലോ. ഇവിടുത്തെ ചാലക്കുടി ചർച്ചാണിത്. കൊള്ളാം അല്ലേ? ഞായറാഴ്ചയല്ലേ, തിരക്കുണ്ട്, അല്ല ആൾക്കാരുണ്ട്. സൂപ്പർ അല്ലേ ബ്രോ? അടിപൊളിയാണല്ലോ. കാണിച്ചല്ലോ ഒന്ന് ജസ്റ്റ്. 2 മോഡുണ്ട് അല്ലേ, റെയിൻ മോഡ്, അർബൻ മോഡ്. എന്തായാലും ഇന്നലെ ഇന്നുമായിട്ട് ചാലക്കുടി മൊത്തം കയറി ഇറങ്ങി കേട്ടോ, എല്ലായിടത്തും. നമ്മളൊക്കെ തന്നെ ഹൈവേയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്ന് പറത്തിയല്ലോ നേരത്തെ പോലെ, നേരത്തെക്കാളും പറത്തണം അല്ലേ? വണ്ടി നമുക്ക് കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല പറത്തി വെക്കാം. സുധീഷ് അങ്ങനെ വാ, ഫാമിൽ വാ, 5ാമത്തെ ഗിയറാണല്ലോ. അത്ര പോയാൽ മതി, ഒരു 65-70 കൂടുതൽ വേണ്ട. 90-100 സൂപ്പറായിട്ട് പോകും. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാൻ മനസ്സ് തരില്ല. ഇവിടെ ഒരു അടിപൊളി പാടമുണ്ട്, നല്ല കാണാൻ എന്ത് രസം കണ്ട. ലെഫ്റ്റ് റൈറ്റുമായിട്ട് ഫുൾ നെൽകൃഷിയാണ് അല്ലേ? എപ്പോഴും ഡിമാൻഡ് കുറയാത്തൊരു സാധനം ഇതാണല്ലേ, കൃഷി. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോകാൻ മനസ്സേ ഇല്ല. ഇവിടെ അങ്ങ് നിന്നാലോ അല്ലേ? ഈ ചാലക്കുടി ഇങ്ങ് എടുത്തല്ലോ നമുക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മനസ്സില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം വീട്ടിൽ പോകാൻ ഒരു മനസ്സ് തോന്നില്ല. വീട്ടിൽ പോകണമെന്നുണ്ട്, ഫാമിലി കാണുന്നുണ്ട്. എന്നാലും ട്രിപ്പ് കംപ്ലീറ്റ് ആകാൻ പോവല്ലേ? ട്രിപ്പ് തീരുമ്പോൾ നമുക്ക് വിഷമമാണ്. ശരി, കുഴപ്പമില്ല, നമ്മുടെ ജോലി ഇതല്ലേ, നമുക്ക് ഇനി കുറേ ചെയ്യാം. തൽക്കാലത്തേക്ക് വീട്ടിൽ പോയിട്ട് കംപ്ലീറ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഇറങ്ങാം. ഓക്കെ വിഷ്ണു, അതേ പറയണ്ട, പറവാ. ഇന്നത്തെ കണ്ടത് ഇതൊക്കെ അല്ലേ അല്ലേ? അപ്പം എല്ലാരും KLTN വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. സത്യം പറഞ്ഞ വിഷ്ണു കാണും മുമ്പ് വരെ എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു. അതായത് ഒരു ഹായ് പറഞ്ഞ് പോവാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പുള്ളി കണ്ടപ്പോൾ എന്റെ ഫാമിലി കൂടെ ആളെ പോലെ ഫീൽ ആയിരുന്നു. അത്രയും സ്നേഹത്തോട് വിളിക്കുമ്പോൾ സ്നേഹത്തോട് ഓടി തരുമ്പോൾ വേണ്ടെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വന്ന് കണ്ട് മീറ്റ് ചെയ്ത് മുട്ട കമ്പനിയായി. ഈ നോക്കി നാളെ തൊട്ട്, നാളെയല്ല, ഇനി ഒരു അടുത്ത മാസം തൊട്ട് ട്രിപ്പ് ഒക്കെ പോകണമെങ്കിൽ ഒന്നിച്ച് പോകാലോ. കപ്പിൾ ട്രിപ്പ് ആണെങ്കിൽ എന്റെ വൈഫ് വരണം. എന്റെ വൈഫിന് കൺസീവ് ആണ് ഇപ്പം, അടുത്ത വർഷം ആയാലും ശരിയാവുള്ളൂ. ഓക്കെ, നമുക്ക് ട്രിപ്പ് പോവാം ഇനി അങ്ങോട്ടൊക്കെ. ബൈക്ക് അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. TVSന്റെ ബൈക്ക് സാർ നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. ബൈക്ക് നല്ലതാണ്. അവരുടെ സർവീസ് സെന്റേഴ്സ് ആണ് കുറച്ചൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറയുന്നത്, ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോ സർവീസ് ചെയ്യാൻ പറഞ്ഞല്ലോ, എറണാകുളം കോട്ടയത്തായിട്ടാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. എനിക്കിതിൽ ഒരു നെഗറ്റീവും പറയാനില്ല. അത് രണ്ടും ഉഷാർ സർവീസ് സെന്റേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഈ സെഗ്മെന്റിലെ മറ്റു വണ്ടികൾ ഓടിക്കുന്നതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. കാരണം അത്രയും കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് ഇത്. ശരിക്കും എല്ലാ ഒരു മെറ്റൽ പാർട്സ് ആയാലും അല്ലെങ്കിൽ എല്ലാം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഡുവൽ ചാനൽ ABS ഉണ്ട്, പിന്നെ സ്ലിപ്പർ ക്ലച്ച്, നോർമൽ സാധനങ്ങൾ, പിന്നെ GTT ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് 3rd ഗിയറിൽ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. പിന്നെ എപ്പോഴും നമ്മൾ ഗിയർ മാറ്റേണ്ട കാര്യമില്ല. ഇപ്പം 30 കിലോമീറ്റർ സ്പീഡിലായാലും വണ്ടി 5th ഗിയറിൽ പൊക്കോളും. അപ്പം ട്രാഫിക്കിനിടയിലാണല്ലോ അങ്ങനെ എപ്പോഴും മാറേണ്ട കേസില്ല. അപ്പം ട്രാഫിക്കിനിടയിലൊക്കെ ഓടിക്കാനുള്ള അടിപൊളിയാണ്. മെയിനായിട്ട് മൈലേജ് 52 കിലോമീറ്റർ. ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഒരു 52 വരെ എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ടൗണിലൂടെ ഓടിക്കുകയാണെങ്കിൽ ഒരു 48 അടുപ്പിച്ച് എന്തായാലും കിട്ടും. 45 അതിന് മുകളിൽ എന്തായാലും കിട്ടും. 45 മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ റീസെന്റ് കണ്ണൂർ പോയപ്പം അത്രയും മൈലേജ് കിട്ടിയിരുന്നു. ഒരു 52 അടുപ്പിച്ച് മൈലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ബൈക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അവർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. കേട്ടല്ലോ? ഓക്കെ, അതാണ് പോന്നാ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, ദോശ, കടലക്കറി, ബോയിൽഡ് എഗ്, പിന്നെ അവിടെ ഏത്തപ്പഴം നെയ്യിലിട്ടാ എണ്ണയിലാണ്, നെയ്യിൽ ചമ്മന്തി ഉണ്ട്. വേറെ എന്ത് വേണമല്ലേ ലാവിഷ്? ഞാൻ പറഞ്ഞ അത്രയൊന്നും വേണ്ടെന്ന്. ജസ്റ്റ് ഒരു ദോശ ചമ്മന്തി മതിയായിരുന്നു. എന്ത് പ്രോ കാണിച്ചത്? ആഹാരം ഉണ്ടാക്കിയത് കംപ്ലീറ്റ് നമ്മളെ കീർത്തനയാണ്. പൊറോട്ട ഉണ്ടാക്കിയത് കടക്കാരനാണ്. പക്ഷേ ഇപ്പോൾ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. പാ ആദ്യം എന്ത് കഴിക്കാം? ദോശ കഴിക്കാം. ആദ്യം പൊറോട്ട വേണ്ട. ഫുഡ് എങ്ങനെ ഉണ്ടാക്കണൊക്കെ? നല്ല സൂപ്പർ ഉണ്ടാക്കൂലേ? നല്ല താലശ്ശേരി ബിരിയാണി വേണോ? കണ്ണൂരേരിയല്ലേ? താലശ്ശേരി ബിരിയാണി. ഇന്നലെ വരെ സ്റ്റൂ ഉണ്ടായിരുന്നു. അത് ഗംഭീര സാധനമാണ്. ശരിക്കും എന്റെ ഭാര്യ കണ്ട് പറയുന്നതല്ല, നല്ല രുചിയായിരുന്നു. കുടിക്കാം നമുക്ക്. അച്ചാറ് അങ്ങനത്തെ ടേസ്റ്റ് സത്യമായിട്ട് ചില കളറാണ് പറയുന്നത്. നമ്മളെ കീർത്തന വന്നിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കും,
സൂപ്പറായിട്ട് റീൽസ് ചെയ്യും, പിന്നെ ബിസിനസ് ചെയ്യും സൂപ്പറായിട്ട്. വ്ളോഗ് മാത്രം ചെയ്യുന്നില്ല, അത് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ നാളെ തൊട്ട് രണ്ടുപേരും ചേർന്ന് വ്ളോഗ് തുടങ്ങണം. ബൈക്ക് ട്രിപ്പ് ഒക്കെ ചെയ്യാം സൂപ്പറായിട്ട്. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ക്യാമറ കയ്യിലുണ്ട്, ഐഫോൺ. വേറെ എന്ത് വേണം? വേറെ ഒന്നും വേണ്ട, ഒരു ഐഫോൺ നല്ലൊരു മൈക്ക് മതി. ചാനൽ പേരെന്താ നിങ്ങളെ തീരുമാനിച്ചാ? ഇല്ല, തീരുമാനിക്കാം. കഴിക്കാം, കഴിച്ചു കാണിക്കില്ലേ? മുട്ട എടുത്തോട്ടെ. ഒരു വലിയ പീസ് ദോശ എടുക്കുക, എടുത്തിട്ട് ഇങ്ങനെ കടലക്കറിയിട്ട് മുക്കിയെടുത്ത് ഇത്ര കൊള്ളാം, നന്നായിരുന്നു. തൊണ്ട കൂടി സംസാരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ കഴിച്ചു പോലെ കേട്ടാ, അതേ ടേസ്റ്റ്. കൊള്ളാം, നന്നായി. അടിപൊളി, നല്ല മസാല ഉണ്ടാ, കറക്റ്റ് എരിവ് ഉപ്പ് എല്ലാം ഉണ്ട്. ഇനി ഇതൊന്നും മതി, ഫുഡൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ പോകണ്ട, ഇതുപോലെ കിട്ടുന്ന ഫുഡും കഴിച്ച് കറങ്ങി നടക്കണം സുഖം വേറെ അല്ലേ. ജോലിക്കും പോണ്ട പൊലിക്കും പോണ്ട. ഇത് ജോലിയാണ് എൻ്റെ അല്ലേ? ആ, ജോലിയാണ്. സൂപ്പർ. ആള് പുലിയാണ് കേട്ടാ ഫുഡില്. കാണുമ്പോലല്ല, നല്ല കഴിവൊക്കെ ഉണ്ട്. കാണേ ഇന്നുമാ എന്നെ യാതൊന്നും തെരിയില്ല, അതുപോലെ അല്ലേ? പോയി ഇപ്പോഴും പോലെ കഴിക്കണം, ഡീസന്റ് കാണിക്കല്ലേ കേട്ടല്ലോ. അല്ല വലിച്ചു വാരി കഴിച്ചോണം, അത്ര തന്നെ. ആ, ചിലർ ക്യാമറ കാണുമ്പോൾ ഡീസന്റ് ഫോളോ അപ്പ് ചെയ്യും. കഴി അപ്പോൾ ഓക്കെ, എൻ്റെ ലൂപ്പിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ബ്രോ, സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ വണ്ടിക്കും ചേർന്ന് ഹെൽപ്പ് ചെയ്യണത് പുള്ളിക്കാരൻ. പൈസ ഒരു താങ്ക് യു പറ അണ്ണനെ. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു സംഭവം ഉണ്ട്. അഭിലാഷേട്ടാ ഹായ് പറഞ്ഞോട്ടെ. പൈസ കാണിച്ച് കിട്ടി. അപ്പോൾ വൈറലാവേ. ഓക്കെ, അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട് വാണിക്കും മോൾക്ക്. എനിക്കില്ല കേട്ടാ. അപ്പോൾ ഒരു സാരി ഇവരെ കമ്പനി ഇവരെ ബ്രാൻഡിന്റെ ഒരു സാരിയാണ്. അപ്പോൾ ഇത് വാണിക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇത് മോൾക്കുള്ള ഗിഫ്റ്റ്. ഇത് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വീട്ടിൽ പോയിട്ട് വാണിക്ക് കൊടുത്തിട്ട് റിവ്യൂ പറയാം. ഓക്കെ, കൊള്ളാവില്ല എന്നുള്ള റിവ്യൂ പറയാം. നമ്മുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അതുപോലെ താങ്ക് യു ഒരുപാട്. ഹലോ, ഇനി നമുക്ക് കാണണം. റൈഡൊക്കെ കുറേ പോകണം. റൈഡുണ്ട് നമ്മൾ കപ്പിൾ ട്രിപ്പായിട്ട് വന്ന് സിംഗിൾ ആയിരിക്കും. എല്ലാം അന്വേഷണം പറയണം വീട്ടിൽ, അച്ഛനമ്മയുടെ എല്ലാവരും പിന്നെ ഇരിക്കും. അപ്പം എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. ഡയലോഗ് പറഞ്ഞില്ലേ? അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫ് ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. പറ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈസൺ, പോവാന്നാ. സൂപ്പർ അല്ലേ? അപ്പോൾ ഞാൻ ഫുൾ എനർജിയാണ്. നല്ല ദോശയും പൊറോട്ടയും മുട്ടായി കഴിച്ചിട്ടുണ്ട്. നിനക്ക് നല്ല ലൂബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ ടാങ്ക് ഫുൾ ഉണ്ടല്ലോ, വേറെ വിഷയമില്ല. അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു സംഭവമുണ്ട്. പാടത്ത് പോയി നല്ലൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ കുറച്ച് മുമ്പ് ടി വി എസ് റോൺ ബൈക്കിൽ അങ്ങോട്ട് പോയായിരുന്നു പാടത്ത്. അപ്പോൾ ആ സമയത്ത് ഫോട്ടോ എടുത്തില്ല. അപ്പോൾ എൻ്റെ ബൈസണെ എന്നെ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പാടത്തിൽ പോയി എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ല കപ്പിൾസാണ്. അത്രയ്ക്ക് സപ്പോർട്ടും കെയറിങ്ങും എന്ത് പറയാം, ഇതൊക്കെ എനിക്കൊരു ഭാഗ്യമാണ് അല്ലേ. എനിക്ക് വരം പോലെയാണ് അതൊക്കെ. ഇതിനപ്പുറം വേറെ എന്ത് വേണം ഒരു മനുഷ്യനും? പറ, നിങ്ങൾ തന്നെ പറ, എന്ത് വേണം ഒരു മനുഷ്യനും? ഒന്നും വേണ്ട, ഇത് മതി അല്ലേ. നമ്മളെ വൈബായിട്ട് സെറ്റാവുന്ന ആൾക്കാരുടെ കൂടെ ചേരണതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, പാടം എത്താറായിട്ടുണ്ട്. റൈറ്റിൽ പോയാൽ പാടം. ഇവിടുന്ന് ഒരു സൂപ്പർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. അത്ര തന്നെ, കൂടുതൽ പറഞ്ഞ് കത്തിരിക്കാനൊന്നും പോകണില്ല. ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, പോകാം. ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വേറെ ലെവൽ കേട്ടോ ഫോട്ടോ ഒക്കെ. എന്ത് രസം എന്നെ കാണാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും വീട്ടിൽ പോയിട്ട്. കാരണം അത്രയ്ക്കുള്ള ഒരു എന്താ പറയുക, ഒരു ബന്ധമാണ്. എന്ത് ചെയ്യാല്ലേ, ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമില്ലാതായി പോയല്ലോ. ചുമ്മാ കളിക്ക് പറഞ്ഞതല്ല, സീരിയസാണ് പറയാണ്. ഒരുപാട് സ്നേഹമുണ്ട്. ഓക്കെ, നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഹൈവേ കയറാൻ കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ, പാല, മണിമല, റാന്നി, പത്തനംതിട്ട വഴിയാണ് നമ്മൾ പുനലൂർ പോയിട്ട് ട്രിവാൻഡ്രം പോകുന്നത്. ഇവിടുന്ന് കറക്റ്റ് 251 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു പ്രത്യേകം പറഞ്ഞാൽ മാപ്പ് നോക്കി പോകേണ്ട, വേറെ റൂട്ടുണ്ട്, അതുവഴി പോകാൻ പറഞ്ഞു. ആ റൂട്ടാണ് ഇപ്പോൾ പറഞ്ഞ റൂട്ട്. അതാകുമ്പോൾ കുറച്ച് തിരക്ക് കുറവായിരിക്കും. റോഡ് നല്ല റോഡാണ്, ഫോറസ്റ്റ് കുറേ കാണാൻ പറ്റും ആ വഴിയൊക്കെ. അതുമില്ലാതെ വന്ന വഴി പോകുന്നത് ബോറല്ലേ. എന്തായാലും ഈ 4 ദിവസം വ്ളോഗ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് മനസ്സിൽ കുറേ എന്താ പറയുക, ഒരു പുതുമയായ കാര്യം കുറേ കെട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫാമിലി വിട്ട് പിരിയാൻ മനസ്സില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ തിരിച്ച് പോകുമ്പോൾ ഇവരെ വിട്ട് പിരിയണ ഒരു എന്ത് വിഷമം പോലെ. നമ്മളെല്ലാം ഹൈവേ കയറിയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് വർക്ക് നടക്കുകയാണ്. എന്തിൻ്റെ വർക്ക്? ഇത് ഫ്ലൈ ഓവർ.
അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഫുൾ ക്ലൗഡിയാണ്, വെയിലുമില്ല മഴയില്ല, ലൈറ്റായിട്ട് ചൂടുണ്ട്. എന്തായാലും ഇങ്ങനെയാണെങ്കിൽ വേറെ വിഷയമില്ല, ട്രിവാൻഡ്രം ഈസി ആയിട്ട് പോവാം, വലിയ ക്ഷീണിക്കാതെ അല്ലേ. എന്തായാലും ചാലക്കുടി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാലക്കുടിയിൽ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ LFG ഗ്യാങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹായ് പറഞ്ഞേക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത്. നേരത്തെ വിഷ്ണു പറഞ്ഞ റൂട്ടിനെ ഗൂഗിൾ മാപ്പിൽ കാണിക്കണം കേട്ടോ, വേറെ വിഷയമില്ല. അപ്പോൾ എന്തൊരു ബ്ലോക്ക് ഞായറാഴ്ച സമയത്ത്, ഒരുത്തർക്ക് വീട്ടിലിരിക്കാൻ വയ്യ അല്ലേ, കറങ്ങി അടക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറവാണല്ലേ. ആ ബാങ്കിലോട്ടാ എത്ര കാശില്ലേ? ഓക്കെ, സംഭവം കൊള്ളാട്ടെ. പുള്ളിക്കാരൻ എയർ ചെക്കിന് പൈസ വാങ്ങിച്ചില്ല. സാധാരണ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ എയർ ചെക്കിന് പൈസ വാങ്ങിക്കില്ല, അത് ന്യായമായ കാര്യമാണ്. പക്ഷേ പെട്രോൾ അടിക്കാതെ പോയി എയർ അടിക്കുമ്പോഴേ ഒരു 10 രൂപ വാങ്ങണ്ടേ, പുള്ളി വാങ്ങിച്ചില്ല, വേണ്ടെന്ന് പറഞ്ഞ്. നല്ല മനുഷ്യർ കേട്ടാ, ഇങ്ങനത്തെ മനുഷ്യരുള്ളതാണ് സത്യം പറഞ്ഞ് കുറച്ചെങ്കിലും മഴ പെയ്യണത്. അയ്യോ മഴ കാര്യം പറയാൻ പാടില്ല, മഴ പെയ്ത പ്രളയമാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ പെട്രോളെങ്കിലും അടിക്കണമെന്നുണ്ടായത്, പക്ഷേ ഇപ്പോൾ പെട്രോൾ കുറച്ച് ഉണ്ട് ടാങ്കിനകത്ത്. ഇപ്പോൾ എല്ലാം വെറുതെ അടിച്ച് ഫുൾ ആക്കണ്ട. അപ്പോൾ മണി ഇപ്പോൾ 2:10 ആവാറായി, വിശപ്പൊന്നുമില്ല, വെള്ളം ദാഹം മാത്രമേ ഉള്ളൂ. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാം അല്ലേ, ജ്യൂസോ സ്നാക്സ് കഴിച്ചിട്ട് പോകാം. ചോറൊന്നും വേണ്ട, കാരണം ചോറ് കഴിച്ച് അറിയാമല്ലോ നല്ല ഉറക്കം വരും. നമ്മളങ്ങനെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ വാഴപ്പള്ളി, ഇവിടെ നമ്മൾ ഫസ്റ്റ് റൂം എടുത്ത് ഓർമ്മ വേണ്ട ഈ ലൊക്കേഷനിൽ. ഇതുവഴി പോകേണ്ട ചോദിച്ചാൽ നമുക്ക് അപ്പുറത്തൊരു പാലമുണ്ട്, അതുവഴി എല്ലാവരും പോകണം. രണ്ടും ഒന്ന് തന്നെ, ഇത് പഴയ പാലം, അത് പുതിയ പാലം, അത്ര വ്യത്യാസം. ഇവിടെ റോഡ് കൊള്ളുകയല്ലേ, ചുമ്മാ അല്ല. നമ്മളങ്ങനെ കൂത്താട്ടുകുള്ള വഴിത്തല റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തിരി മഴയുണ്ട്. ഹെവി മഴ ആവോ? ഇല്ല ആവുന്നില്ല, അത്രയ്ക്കുള്ള മഴയൊന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതൊക്കെ ഇവിടുത്തെ റോഡ് കുറച്ച് ചെറുതാണ്, നല്ല വളവും തിരിവൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് നല്ല ഓടിക്കാൻ സൂപ്പറായി കേട്ടോ, നല്ല സ്മൂത്തായിരിക്കും, വണ്ടി പറക്കണം. പക്ഷെ വളവാണ് ഡേഞ്ചർ. നമ്മൾ സ്ട്രൈറ്റാണ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വളവ് പറഞ്ഞത്, ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആക്സിഡൻ്റ് ആവും. അതുകൊണ്ട് എല്ലാ ടേണിംഗ് പോയിന്റിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഗോ സ്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റേ റൂട്ട് വഴി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ചുറ്റായിരിക്കും, ഒരു 10 കിലോമീറ്റർ എങ്കിലും. എന്നാലും കുഴപ്പമില്ല, ട്രാഫിക് ഇല്ലാതെ സ്മൂത്തായിട്ട് പോകാമല്ലോ, അതിന് വലിയ വിഷയം. എന്ത് രസമല്ല ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോവാൻ. സിറ്റിക്ക് തുടർന്ന് ഓടിച്ച് മടുത്തു പോയി. ഇതുപോലെ ലോങ്ങൊക്കെ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടണം കേട്ടോ നമുക്ക്. ആഹാ, കൂത്താട്ടുകുളം. ലെഫ്റ്റ് പോയ കോട്ടയം, റൈറ്റ് പോയ മൂവാറ്റുപുഴ, ലെഫ്റ്റ് കറക്റ്റ് തന്നെ. നമ്മളങ്ങനെ കൂത്താട്ടുകുളം ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റായിട്ട് പിന്നെ മഴ പൊടിയുകയാണ്, എന്ത് ചെയ്യാൻ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. ഇനി ഇവിടെ ട്രിവാൻഡ്രം കറക്റ്റ് 189 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3 ആയിട്ടുണ്ട്. ഇവിടുന്ന് ട്രാവലിംഗ് ടൈം 4.5 മണിക്കൂർ കാണിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എത്ര മണിക്ക് എത്തും? 7-8 മണിക്ക് എത്തുമായിരിക്കും. പതുക്കെ പോകാം, കുഴപ്പമൊന്നുമില്ല. എന്തോന്ന് പരിക്കണത്, പയ്യെ വണ്ടി ഓടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥലവും കണ്ട് ആസ്വദിച്ച് രസിച്ച് പോവാം അല്ലേ. ഇന്നലെ ലാസ്റ്റ് ഡേ ട്രിപ്പിൻ്റെ, അതുകൊണ്ട് നല്ലപോലെ ആസ്വദിക്കാം അല്ലേ ഈ റൈഡ്. സുധിച്ച റൂട്ട് കറക്റ്റ് തന്നെ നോക്ക്. എനിക്ക് ഡൗട്ടാണ്, ഇവന്മാരെ നമ്പാൻ പറ്റില്ല ഗൂഗിൾ മാപ്പിനൊക്കെ. ഓക്കെ, റൂട്ട് കറക്റ്റ് തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നേരെ പോവാം, അത്ര തന്നെ. നമ്മളങ്ങനെ ഉഴവൂർ എന്ന സ്ഥലത്തിട്ടുണ്ട്. ഉഴവൂർ, ഈ റോഡ് സൂപ്പർ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നല്ല മഴ പെയ്തേട്ടാ കുറച്ച് മുമ്പായിട്ട്, ഇപ്പം മഴ ഇല്ല. അടിപൊളി വൈബ് അല്ലേ ഈ റോഡ്. ആഹാ, ഇതൊക്കെയാണ് സുധീഷ റൈഡ് അല്ലേ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, ഇത് തന്നെ ബൈക്ക് റൈഡ്, വേറെ ഒന്നുമില്ല. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചായ കുടിക്കുക. പിന്നെ കടക്കാരൻ നന്നായിട്ട് സംസാരിക്കുക, എന്തെങ്കിലും 4 വാക്ക്. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാ റൈഡർമാർ കുറേ കാണും, അവരോട് ഫ്രണ്ട്ഷിപ്പ് പഠിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് ഇഷ്ടം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, നിൽക്കാതെ. അടിപൊളി അല്ലേ. ആഹാ, സൂപ്പർ കേട്ടോ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ എന്ത് രസമല്ലേ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ വരമാണ് ട്രാവൽ ചെയ്ത് ആസ്വദിക്കണ സുഖം ഒരിടത്തും കിട്ടൂല. ഇപ്പോൾ വണ്ടി ഒതുക്കിയിട്ടുണ്ട്, കുറച്ച് നേരം ബ്രേക്ക് എടുത്തേക്കാം നമുക്ക് എന്തായാലും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കോട്ടയമാണ്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി മൊത്തം? നമ്മൾ 625 തുടങ്ങിയാണ്, ഒരു 75-80 കിലോമീറ്റർ ഓടിച്ചുണ്ട്. അത്ര ആയുള്ളൂ, കാരണം ഇത് റോഡ് കുറച്ച് വളവും തിരിവായതുകൊണ്ട് സ്പീഡ് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഹീറ്റ് കുറയും. അപ്പോൾ നമുക്ക് നല്ലതാണ്, വണ്ടിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് പോവാം. അപ്പോൾ ഓക്കെ, പോകുന്ന ബൈസൺ റെഡി ആണല്ലോ അല്ലേ? കൂളായല്ലോ, ശിവാജി കൂൾ. അതേപോലെ ഞാൻ കൂളായിട്ടുണ്ട്, സൂപ്പർ. ഇപ്പോൾ ഒരു വൈബായണ്ടാ, ജസ്റ്റ് ചെറിയ റെസ്റ്റ് എടുത്താൽ മതി, നമ്മൾ എനർജി ഫുള്ളാവും. അപ്പോഴേ നമുക്ക് പിന്നെ റൈഡ് ചെയ്യാനുള്ള മൂഡ് ഒരുപാടുണ്ടാവും. ഇത് ഒറ്റയടിക്ക് പൊയ്ക്കൊണ്ടിരുന്ന മടുപ്പ് വരും, പിന്നെ കുറച്ച് ബോറടിക്കും, പിന്നെ പോകുന്ന വഴിക്കുള്ള റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായ? അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, സമയം ഒരുപാടാണ് വീട്ടിൽ പോകുമ്പോൾ, അത്ര തന്നെ 2 മണിക്കൂർ എക്സ്ട്രാ ആവും, കുഴപ്പമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഇനി വരാൻ പറ്റുമോ? ഇതുപോലെ വന്നാലേ ഉള്ളൂ. സുധിഷ വഴി കുറച്ച് മാറിപ്പോയി. അവിടെ അല്ല പോകേണ്ടത്, ഇങ്ങോട്ട് ഉണ്ട്. നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ മാപ്പ് നോക്കാൻ വിട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഓക്കെ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ക്ലിയർ, റൂട്ട് ക്ലിയർ. കൊള്ളാമല്ലോ, ഇവിടുത്തെ വീടൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. മഴ സമയത്ത് നല്ല വൈബായിരിക്കില്ല ഇവിടെയൊക്കെ അല്ലേ. ഒരു പ്രത്യേകതരം ഒരു ലോകമാണ്, ഫുൾ കാടും
അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകളും. പക്ഷേ ഇവിടെ ജോലിയാണ് പ്രശ്നം. ഇവിടെ നിന്ന് ജോലി ജീവിക്കാൻ പറ്റില്ല അങ്ങനെ. ഒന്നല്ലെങ്കിൽ കൃഷി ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി, അല്ലെന്നുണ്ടെങ്കിൽ ഗൾഫിൽ തന്നെ പോകണം. ഗൾഫിൽ പോയാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യേണ്ടത്, അതല്ലേ വിഷയം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയും വേണം, അതേ സമയത്ത് നല്ല ശമ്പളത്തോടുള്ള ജോലിയും വേണം. അങ്ങനെ കിട്ടുമോ? അതിലെ പ്രശ്നം. ഇവിടെ ആകെപ്പാടെ 10 വാക്കൻസി 100 പേര് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ജോലി കിട്ടും? ആഹാ, പൈനാപ്പിൾ തോട്ടം സൂപ്പർ അല്ലേ. വാ വാ പറയേ വാ, അടിപൊളിയായിരുന്നു. കണ്ട അങ്ങനെ ഉണ്ട്, പൊളിയില്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ, സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല, അങ്ങനെ പയ്യെ പോയാൽ മതി. ഓക്കെ, മണി ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെ? അത് കിടങ്ങൂരാ, അങ്ങനെ സ്ഥലം നിൽക്കുകയാണ്. ലൈറ്റ് അടുത്ത് മാപ്പ് കറങ്ങിയോ ഡൗട്ട് കേട്ടാ. ഡൗട്ടല്ല, ഉള്ളത് തന്നെ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച റൂട്ട് വേറെ ആയിരുന്നു. നമ്മൾ പാല വഴിയാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ പാല കടന്ന് വേറെ റൂട്ട് വഴി കയറി കേട്ടോ. ശരി, കുഴപ്പമില്ല. ഇതുവഴി കാണിക്കണം മാപ്പിങ്ങിൻ്റെ ആൾക്കാർ പോകാം. സിഗ്നൽ ഇവിടാണ്. ഇപ്പോൾ ഇവിടെ നേരെ പോകണം. നേരെ പോയിട്ട് അവിടെ നിന്ന് ഈ റൂട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റും മാപ്പ് അല്ലേ. നമ്മളൊരു മാപ്പിലൊക്കെ ഇട്ടിരിക്കും, പക്ഷേ എവിടെയെങ്കിലും എത്തുമ്പോൾ ആ റൂട്ട് മാറ്റി കാണിച്ച് എവിടെ കൊണ്ടുപോയിക്കളായി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എവിടെയോ നിൽക്കും. പെട്രോൾ അടിച്ചല്ലോ ഒരു 300 രൂപയ്ക്കേ. 300. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ട് 300 രൂപയ്ക്ക്. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച പെട്രോൾ 1500 രൂപയ്ക്ക്, അല്ലല്ല 1000 രൂപയ്ക്ക്. പിന്നെ അടിച്ചത് 500 രൂപയ്ക്ക്. അവിടെ വാർപ്പാല വെച്ച്. വാർപ്പാലയാ, വാൽപ്പാറ, വാർപ്പാല, വാർക്കപ്പണിക്ക് പോകണമെന്ന് പറയാത്ത ഭാഗ്യം. അങ്ങനെ ട്രിവാൻഡ്രത്ത് 1000, വാൽപ്പാറയിൽ 500, ഇപ്പോൾ ഒരു 300, മൊത്തം 1800 പെട്രോൾ അടിച്ചിട്ടുണ്ട്. മതിയാവും എന്തായാലും. മിച്ചം പോയി പെട്രോൾ വീട്ടിൽ പോകാൻ നേരത്ത്. ഞാൻ അടിച്ചതേ ഉള്ളൂ, ഇരിക്കട്ടെ. എന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കറങ്ങി കുറേ കിലോമീറ്റർ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. എല്ലാം അഡ്വാൻസാണ് നമ്മൾ നിൽക്കണം അല്ലേ. നമുക്ക് പോകുന്ന വഴിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല, ഈ മാപ്പ് കൊണ്ട് കറങ്ങി കാണിക്കും എവിടെയെങ്കിലൊക്കെ. അപ്പോൾ എങ്ങനെ പോലെ 10-50-100 കിലോമീറ്റർ ചുറ്റി കറങ്ങിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ കറങ്ങി പോകണമെങ്കിൽ നമ്മൾ പെട്രോൾ വേണ്ടേ, അതിനടിച്ചതേ ഉള്ളൂ, അത്ര തന്നെ. ഇനി ചിലപ്പോൾ കറങ്ങി വല്ല കാശ്മീർ പോകാനും വിഷയമില്ല. മനപ്പുറം കറങ്ങി കാണിക്കുകയാണ്. ഞാൻ റൂട്ടിലോട്ട് മാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് എങ്ങോട്ടൊക്കെ പിന്നെയും കറങ്ങി കാണിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ബൈക്ക് കിടക്കല്ലേ, കാറിലോട്ട് മാറ്റണം. ബൈക്ക് മോഡാകുമ്പോൾ നമുക്ക് മുടുക്കെല്ലാം കാണിച്ചുള്ളായി. ഇപ്പോൾ കാറിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഞാൻ മറന്നുപോയി ആ സംഭവം ചെയ്യാനായിട്ട്. ഇപ്പോൾ കാറിലോട്ട് കാണിക്കുകയാണ്. ഇവിടെ നിന്ന് 31 കിലോമീറ്റർ ഉണ്ട് ഇവിടെ റാന്നിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റാന്നിയിൽ പോയിട്ട് അവിടെ നിന്ന് പത്തനംതിട്ട, പിന്നെ അവിടെ നിന്ന് ട്രിവാൻഡ്രം റൂട്ടിട്ട് സൂപ്പറായിട്ട് പോകാം. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല, സൂപ്പർ. സുധീഷ് ആഹാരം കഴിച്ചില്ല ഇതിലായിട്ട്. മണി 4 കഴിഞ്ഞ്, വിശപ്പേ ഇല്ല കേട്ടാ. എന്തുകൊണ്ട്? കഴിച്ചത് പൊറോട്ട അല്ലേ, അങ്ങനെ വിശക്കും. 2 പൊറോട്ട, ഒരു ദോശ, ഒരു ബോയിൽഡ് എഗ്ഗ്, കടലക്കറി, പിന്നെ ഏത്തപ്പഴം കഴിച്ച്. എല്ലാം കൂടെ ഒരു നല്ലൊരു പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊണ്ട് കഴിക്കും. നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ചായ കുടിക്കാം. ചായ കൂടെ മുട്ട ബജിയോ അതുപോലത്തെ ഐറ്റം എല്ലാം കഴിക്കാം. അപ്പോൾ ഇനി പ്രോട്ടീൻ കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. വീട് വരെ സൂപ്പറായിട്ട് പോകാം. വീട്ടിൽ പോയി നമുക്ക് ആഹാരം കഴിക്കാം. ഇവിടെ എന്താണ് സംഭവം? തടി ഇറക്കാൻ ഇറക്കി കഴിഞ്ഞാൽ കയറ്റി വിട്ട എന്താണ് സംഭവം? കയറ്റി വിട്ടതായിരിക്കും അല്ലേ. കയറ്റി വിടാൻ ചാൻസ് ഇല്ല, ഇത് ഇറക്കാനായിരിക്കും. ഇറക്കി എന്താ ഒന്ന് മതി അവർക്ക്. ഫുള്ളിറക്കി വായി, റോഡ് ബ്ലോക്ക് ആവട്ടെ. ശിവനെ, ഇത് യാതൊരു ജില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ ഇതെവിടെ പോകണമെന്ന് പിടിയില്ല. ശരി, കുഴപ്പമില്ല, കറക്റ്റ് എത്തുമായിരിക്കുക. എന്നാലും കുറേ കറങ്ങി കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ആവശ്യമുണ്ടല്ലോ സുധീഷേ, റൈഡ് അത്ര തന്നെ. റൈഡായ പുതിയ കാര്യം കൂടെ പോകണം എന്ന് വിചാരിച്ചാൽ മാത്രം മതി. എപ്പോഴും പോകുന്ന റൂട്ടിൽ എന്തിനാണ് റൈഡ് അല്ലേ? പോകാത്ത റൂട്ടിൽ റൈഡ് വേണ്ടത്. കേരളം മൊത്തം നമ്മൾ കറങ്ങിട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ വീട് ബാക്കി കാണൂല്ലോ കേരളത്തിന് കാണാനായിട്ട്. ലെഫ്റ്റ് പോയാൽ പാല, റൈറ്റ് പോയാൽ മണിമല. നമ്മൾ പോയ മണിമലയാണ്. ഓക്കെ, റൈറ്റ്. ഇവിടെയൊക്കെ മൊത്തം ഈ ആട്ടോ ഉണ്ടല്ലേ, രാജിയോ ആപ്പ. മഴ ഉറക്കാനുള്ള ചാൻസ് ഉണ്ട്. വണ്ടി എടുക്കും. നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല. അല്ല, ഒതുങ്ങി നല്ലതായിപ്പോ കേട്ടാ. ഒരു ബൂസ്റ്റ് ഓർഡർ ചെയ്ത്, പിന്നെ ഒരു കേക്ക്, ഒരു ഉരുള മതി. രാത്രി പിടിച്ചിരിക്കാം സൂപ്പറായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും റൈഡറിനെ പരിചയപ്പെട്ടായിരുന്നു. കുറച്ച് ഏജ്ഡ് ആളാണ് എന്നേക്കാളും. ഇത് ബ്ലോഗറല്ല, റൈഡർ മാത്രമാണ്. ഇതാകുമ്പോൾ ഏജൊന്നും വിഷയമില്ല, ഓടിക്കാനുള്ള മനസ്സ് മതി. അപ്പോൾ ഓക്കെ, പോകാനാ. അപ്പോൾ എല്ലാം സെറ്റാണ്. ഇത്തിരി മഴ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഴ നനഞ്ഞോണ്ട് പോവാം. ഇപ്പോൾ ഹെവി അല്ല, ലൈറ്റ് മഴ തന്നെ, വലിയ കുഴപ്പമില്ല. ഇനി ഹെവി ആവുന്ന മുമ്പ് ഇവിടെ സ്ഥലം പെടണം. മിക്കവാറും രാത്രി ഫുൾ മഴ ആയിരിക്കും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിൽക്കേണ്ട തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സ്ഥലം റാന്നിയാണ് തോന്നുന്നു. റാന്നിയിൽ നിന്ന് ശബരിമല പോകുന്ന റൂട്ടാണ്. ആ ലൊക്കേഷൻ പിടിയില്ല. എന്തെങ്കിലും ആവട്ടെ, പാപ്പാ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ ബൈ. ഓക്കെ, നല്ല പരിചയപ്പെട്ടുണ്ട് പുള്ളിയായിട്ട്. പുള്ളിയുടെ പേര് നരേന്ദ്ര എന്തോ പറഞ്ഞല്ലോ, ശ്രീ നരേന്ദ്രയാണ് എന്തോ പേര് പറഞ്ഞായിരുന്നു. അവരൊക്കെ ഏജ് ആയെന്ന് വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏജ് ഒന്നും അവർക്ക് വിഷയമില്ലെന്ന് അവർ പറയണത്. പുള്ളി ഒരു റൈഡർ മാത്രമല്ല, ക്രിക്കറ്ററും കൂടെയാണ്. രഞ്ജി ട്രോഫിയൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുള്ളി വലിയ പൊസിഷനിലേക്ക് ആളാണ് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞു പ്രൊഫൈലായിട്ടൊക്കെ. അങ്ങനെ കുറേ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ എന്താ വിട്ടുപോയി.
ഇവിടെ റൈഡിങ് കമ്മ്യൂണിറ്റിയിൽ ഹൈ പ്രൊഫൈൽ ലോ പ്രൊഫൈൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ കയ്യിൽ ബൈക്ക് ഉണ്ടെങ്കിൽ റൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്ന് തന്നെ, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞാൻ ആ പുള്ളിയായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് എൻ്റെ ചാനലിൽ പേര് പറഞ്ഞു കൊടുത്ത് പുള്ളി എൻ്റെ ചാനൽ കാണാമെന്ന് വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഫോണിൽ ഫോട്ടോയെ കാണിച്ചു തന്നായിരുന്നു, ക്രിക്കറ്റ് കളിക്കുന്ന ഫോട്ടോയും പുള്ളിയുടെ ഫാമിലി ഫോട്ടോയും കാണിച്ചു തന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. നല്ല മഴ കേട്ടോ, നേരത്തെക്കാളും കുറവുണ്ട്, വണ്ടി ഓടിച്ച് പോകാൻ വലിയ വിഷയമില്ലാതെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജില്ല കഴിഞ്ഞ് അടുത്ത ജില്ല പോയി ചില മഴ കാണില്ല, ചിലപ്പം സൗത്ത് സൈഡ് ഫുൾ മഴ ആയെങ്കിൽ പോയി ഒന്ന് നോക്കണ്ട, വീട് വരെ മഴയായിരിക്കും. നമ്മളങ്ങനെ പത്തനാപുരം എത്തിയിട്ടുണ്ട്, മണി ഇപ്പോൾ 7:10 ആവാറായി. അപ്പോൾ ഇത്ര എത്തിയുള്ളൂ, എന്തിനെണ്ണ ക്യാറി വരണ് ഒപ്പോ നെഞ്ചു കിടന്ന് പിടപ്പ് പോകും. നോക്കണ്ടേ, റൈറ്റ് തിരിയാൻ പോണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വരെയാണ്, പുള്ളി വേണം സ്ലോ ചെയ്ത് നിൽക്കുക, അവിടെ വണ്ടി വരാൻ നോക്കിയിട്ട് ക്രോസ് ചെയ്യണമായിരുന്നു. ചാടിക്കാരെ കൊണ്ട് വയ്ക്കണം വണ്ടി കൊണ്ട്. നമ്മളങ്ങനെ പുനലൂർ എത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മോ ഭയങ്കര പാട് കേട്ടാ വണ്ടി ഓടിക്കാനേ. ഒന്നാമത് ചെറിയ ചെറിയ മഴത്തുള്ളികൾ, അത് നല്ല ഫോഴ്സിൽ വീഴയാണ്, അല്ലെങ്കിൽ പതുക്കെ പോകണം വണ്ടി ഓടിച്ച്, അങ്കി കുഴപ്പമില്ല. അതിനിടയ്ക്ക് ചെറിയ കരുത്ത് വേനം കൂടാ, അപ്പോൾ എല്ലാം കൊണ്ട് ഇപ്പോൾ വയ്യ. കണ്ണിൻ്റെ അകത്താണെങ്കിൽ നല്ല ഫോഴ്സിലാണ് വീണത് ഈ തുള്ളികളൊക്കെ വന്ന്, നല്ല വേദനിക്കുന്നു കേട്ടോ. ഓ നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ എന്തൊരു മഴ ഇത്, അതായത് ശബരിമലയിൽ തുടങ്ങിയ മഴ ഏകദേശം ട്രിവാൻഡ്രം വരെ ഉണ്ട് കേട്ടോ. സംഭവം ആക്സിഡൻ്റ് അടി എന്തോ സംഭവം. ഈ ലൊക്കേഷൻ വെഞ്ഞാറമൂടാണ്, ഇവിടെ എന്തോ അടി അടക്കുകയാണ്. വണ്ടി മിക്കവാറും ആക്സിഡൻ്റ് ആയിരിക്കും, ചെറിയ തട്ടലമുട്ടലായി കാണും. ശരി കുഴപ്പമില്ല, ആർക്കൊന്നും ആയില്ല, ചെറിയ പ്രശ്നം തന്നെ, കുഴപ്പമില്ല. പോട്ട് അങ്ങനെ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് വട്ടപ്പാറ, അത് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം സിറ്റി. എവിടേക്ക് നമ്മൾ ടൂർ പോയാലും തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഉള്ള ആ ഒരു വൈബ് വേറെ തന്നെ. ഓക്കെ നമ്മ വീട്ടിക്ക് വന്നാച്ച്. ഹായ് ആര്? അതൊക്കെ ഉണ്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ട് വൈശൂട്ടിക്ക്, വിഷ്ണു അങ്കിൾ തന്നത്. വിഷ്ണു അങ്കിളും കീർത്തന ആൻറ്റിയും. നിനക്കൊരു ഗിഫ്റ്റ്, നിനക്കൊരു ഗിഫ്റ്റ്, രണ്ടുപേർക്കുണ്ട്. ഓക്കെ തരാം, എടുക്കണ്ടേ, അതെല്ലാം അറിയില്ലേ. യാത്ര കുഴപ്പമില്ല, സുഖമാപ്പാ. അതായത് പത്തനംതിട്ട കൊല്ലം ട്രിവാൻഡ്രം. ചില ആൾക്കാർ ഓടിക്കേണ്ട വെറും ബോസ്റ്റാണ്, അങ്ങോട്ട് സൂപ്പർ, ഒരു കുഴപ്പമില്ല, ഒരുത്തവരെ കുഴപ്പമില്ല. നമ്മളെ സൗത്തിലാണ് ഏറ്റവും പ്രശ്നമുള്ള കേട്ടാ. KSRTC കയറി വരണ കാണണം, എന്നെ കൊന്നാനാകുമ്പോൾ അടിച്ചിട്ട് ഭയങ്കര മോശം. ഭാഗത്ത് പോവാം. അപ്പം ബൈസൺ സൂപ്പർ കേട്ടാ, സമ്മതിച്ചിന്നെ, ഒരു കുഴപ്പമില്ല, സൂപ്പർ, നല്ല പവർ വണ്ടി, ഒരു ഹൈവേയിലേ കാണണം, പുറക്കണ വണ്ടി. ഇതുപോലെ ഫാമിലി ആയിട്ടിരിക്കണം സുഖം വേറെ അല്ലേ, എല്ലാവരും കൂടെ. റാണി, അമ്മ, അപ്പ, വൈശു അല്ലേ. അപ്പ എന്ത് പറയണ്ട, പറയല്ലേ, ഫാൻ ഓഫ് ഒരുപാട് മിസ് ചെയ്തില്ല. നിങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാര്യം അറിയാലോ, ഒന്നാമത് ഇത്രയും ലഗേജ് പാക്ക് ചെയ്ത് പറഞ്ഞത് വലിയ പാടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചില്ല, പറഞ്ഞ വഴിക്കൊന്നും. എന്നാലും ഗിഫ്റ്റ് കെട്ടി ഓർണം വൈശൂട്ടിക്ക്. ഓക്കെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ഗിഫ്റ്റ് പോയി. കിട്ടിയില്ലേ, അതാണ് ഗിഫ്റ്റ്. ഇതാണ് വൈശൂട്ടിയുടെ ഗിഫ്റ്റ്. ഓപ്പൺ ചെയ്ത് നോക്കാം, പറയാൻ പറ്റുള്ളൂ. ഓപ്പൺ ചെയ്താ മാല 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 കൊലുസാ കൊലുസാ ക്യൂട്ടായില്ലേ. രണ്ട് കൊലുസാണ് വൈശൂട്ടിക്ക്. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? പിടി കൊലുസ് കമ്മലല്ല. അയ്യോ എത്ര കാരണോ വൈശൂട്ടിക്ക് ഇഷ്ടപ്പെട്ടാ? പറ, ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. താങ്ക് യു പറ. താങ്ക് യു വിഷ്ണു മാമൻ, താങ്ക് യു വിഷ്ണു അങ്കിൾ ആൻഡ് എന്തെങ്കിലും പറ. വിഷ്ണു മാമൻ ആൻഡ് കീർത്തന ആൻറ്റി പറ. വിഷ്ണു മാമന് കീർത്തന ആൻറ്റിക്ക് താങ്ക് യു പറഞ്ഞാൽ മതി. താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് അമ്മയ്ക്കുള്ളത് പറഞ്ഞില്ല. നാളെ രാവിലെ ആകുമ്പോഴേ ആരെടുക്കോ വിളിച്ച് കാണിക്കോ? കാണിക്കാൻ പറഞ്ഞു. ഒറിജിനൽ തുണിയുണ്ടാ? തുണിയിൽ ക്വാളിറ്റി ഉണ്ടാ? പ്യൂർ കോട്ടൺ അല്ലേ?
അപ്പൊ രണ്ടുപേർക്കും ഗിഫ്റ്റ് ആയല്ലോ. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഉമ്മതാ അത് ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് അല്ലേ. അപ്പൊ ഈ 4 ദിവസം വാൽപ്പാറ ട്രിപ്പ് വേറെ ലെവലായിരുന്നു. ഇതിന് കുറെ എക്സ്പീരിയൻസ് കിട്ടി. അതായത് നമ്മളെ മടി മാറി കിട്ടി. ഒരാളെ ഇരിക്കണം, കിടന്ന് ഉറങ്ങണം, അതൊക്കെ മാറി. എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം എന്നുള്ള വിചാരം ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങി. അവിടെ ഇനി കുറെ ട്രിപ്പ് പോകണം. പിന്നെ പ്രൊമോഷൻ ഉണ്ട്, അത് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പർ ചെയ്ത്. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റ് നടന്നൊരു പാക്കേജാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ കാര്യവും സൂപ്പർ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അത്ര തന്നെ ഇന്ത്യ പോവുകയാണ്. അപ്പൊ ഓക്കെ ഇന്ത്യ. അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG വൈശു കാണപ്പെടണ്ട. വല്ല ആവശ്യമുണ്ട് അവിടെ ഞാൻ ഫ്രെയിമിൽ വരില്ല. അപ്പൊ LAPG കട്ടക്ക് നിൽക്കണം. വാ വാ വാ.